ഹീൽ പെയിൻ എന്ന് കേട്ടാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു വാക്കുണ്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്. എല്ലാ ഹീൽ പെയിനും പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അല്ല. ആളുടെ പ്രായം, മെയിലാണോ ഫീമെയിലാണോ, അവരുടെ ഓക്യുപ്പേഷൻ എന്താണ്, ഇതിനനുസരിച്ചിട്ട് ഹീൽ പെയിൻ പല കാരണങ്ങളുണ്ടാവാം. ഹീൽ പാഡിൻ്റെ ഫാറ്റ് അട്രോഫി ഒരു റീസൺ ആവാം, ചെറിയ ഇൻഫെക്ഷൻ ആയിരിക്കാം, നട്ടെല്ലിലോ താഴെ കാലിൻ്റെ ഏരിയയിലോ ഞരമ്പിന് ബ്ലോക്ക് വരുന്നതുകൊണ്ടാവാം, മസിലിൻ്റെ വള്ളിക്ക് നീർക്കെട്ട് വരുന്നതുകൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹീൽ പെയിൻ ഉണ്ടായേക്കാം. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആണ് ഏറ്റവും കോമൺ. നമ്മുടെ ഉപ്പൂറ്റീൻ്റെ എല്ലിൽ നിന്നും തുടങ്ങി ഒരു 3 വള്ളിയായി തുടങ്ങി 5 എണ്ണമായിട്ട് 5 വിരലിൻ്റെ ബേസിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു വള്ളി ഉണ്ട്. അതാണ് പ്ലാന്റാർ ഫേഷ്യ, എല്ലാവർക്കും ഉള്ളതാണത്. അതിന് നീർക്കെട്ട് വരുന്നതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി കുറച്ച് എക്സസൈസും മരുന്നും ഐസ് വെച്ച് കൊടുക്കുക സിവിയർ പെയിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ചൂട് പിടിച്ചും കൊണ്ട് കുറച്ച് എക്സസൈസുകൾ ചെയ്യുക. ഇതാണ് പൊതുവേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരിക. ഒരു 7-8 മാസം അല്ലെങ്കിൽ 9 മാസമൊന്നുമായിട്ടും വേദന മാറിയില്ലെങ്കിൽ, മരുന്നിലൊന്നും ആശ്വാസം കിട്ടുന്നില്ല, എക്സസൈസ് കൊണ്ട് മെച്ചപ്പെടുന്നില്ല എന്നിരുന്നാൽ മാത്രം ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകും. ഇതിലും റിസൾട്ട് കാണാത്ത ചുരുക്കം ചില ആൾക്കാർക്ക് എൻഡോസ്കോപ്പിക്കലി ആയിട്ടോ വളരെ നേരിയ മുറിവുകളിലൂടെയോ പ്ലാന്റാർ ഫേഷ്യനെ റിലീസ് ചെയ്യേണ്ടി വരാറുണ്ട്.